അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പനിയൊക്കെ പിടിച്ച് നല്ലൊരു പരുവമായി, എന്നാലും നമ്മുടെ കറക്കത്തിന് ഒരു കുറവും വരുന്നില്ല. നമ്മൾ ഹൈദരാബാദ് വരെ പോവുകയാണേ. അപ്പോൾ വൈകിട്ടത്തെ ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മൾ രാവിലെ ട്രെയിനിന് തിരുവനന്തപുരം വരെ പോകാൻ നമ്മളെ കൊണ്ടുവിടാൻ ആരുമില്ല, വണ്ടി കിടപ്പുണ്ട് ആരുമില്ല. പിന്നെ പനിയൊക്കെ വന്നതാ ഇവിടെ എല്ലാം. ഇപ്പോൾ ചാർലി ചാപ്ലിൻ്റെ കൂട്ടായിട്ടിരിക്കുക, ഓയിൻമെൻ്റൊക്കെ ഇട്ടിട്ടിട്ട് മാസ്ക് വെച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചതാ. പിന്നെ വേണ്ട, വേണ്ടതാ പപ്പ അടിപൊളിയായിട്ടൊക്കെ ഒരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പല പല പ്രാവശ്യം നമ്മൾ ഹൈദരാബാദ് പോകാൻ ഒരുങ്ങിയിട്ടുണ്ട്. എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നു, സത്യം പറഞ്ഞാൽ. എൻ്റെ മുഖം കണ്ടിട്ട് ഇവിടെ എല്ലാം ഈ ആൻറ്റിബയോട്ടിക് എടുത്തതിൻ്റെതാണേ, ഇവിടെ മുഴുവനും ഇങ്ങനെയായി. അപ്പോൾ നമ്മൾ പല പ്രാവശ്യങ്ങളിൽ പിന്നെ നമ്മൾ പോകാൻ ഒരുങ്ങിയിട്ട് നടന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഫാമിലി ഉണ്ടല്ലോ, നമ്മൾ പല വീഡിയോ നമ്മൾ മൺട്രോത്തുരുത്തിലും സാമ്പ്രാണിക്കൊടിയിലും ഒക്കെ പോയതും അതുപോലെ അവരുടെ മക്കളുടെ വിവാഹത്തിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഇത് അപ്പോൾ അവരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ടാണ് പോകുന്നത്. അവരുടെ സഹോദരനും ഫാമിലിയൊക്കെ അവിടെയാണ്. പ്രിയയുടെ ഉണ്ണികൃഷ്ണൻ്റെ വൈഫിൻ്റെ ആങ്ങളെയും ഫാമിലിയൊക്കെ അവിടെയാണ്. അപ്പോൾ അതാ ഇവിടെ പപ്പ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാൻ. അവർ വരാൻ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ഷിയാസ് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ വരെ വിടും. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഒരു രസമല്ലേ. പക്ഷെ പുള്ളി അതിനൊന്നും വിരുദ്ധ വരത്തില്ല. ഞാൻ പിന്നെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷിയാസും പൊടിമോൻ എൻ്റെ രണ്ട് ആങ്ങളമാരാണ് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് കൊണ്ടുവിടാൻ വരുന്നുണ്ട്. അപ്പോൾ അവർ വരാനുള്ള ഒരു താമസമേ ഉള്ളൂ. അപ്പോൾ അതാ ഞങ്ങൾ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. പ്രിയ, നമ്മുടെ ഉണ്ണിക്കണ്ണൻ, ഷാറുഖിൻ്റെയും ശാലുവിൻ്റെയും ഉണ്ണിക്കണ്ണൻ ചേട്ടൻ, അവിടെ എൻ്റെ പൊടിച്ചനുണ്ട്, പിന്നെ പപ്പായും ഷിയാസും ഫ്രണ്ടിലാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ഹൈദരാബാദ് ഒന്ന് പോയിട്ട് വരട്ടെ. ഹൈദരാബാദ് പിന്നെ മൊത്തം വെള്ളമായിരുന്നു. ഞങ്ങള് നനഞ്ഞ ഒരു ചെറുക്കൻ ഇവിടെ. ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇതാണ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ, കണ്ട പാക്കാണെന്ന് തോന്നുന്നു. ലഗേജൊക്കെ ഇറക്കുകയാണ് കുട്ടികളെ. അപ്പം അതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അകത്തോട്ട് കയറാനായിട്ട് പോവുകയാണ്. പപ്പയും അപ്പോൾ നമ്മളിതാ ജനശതാബ്ദിയിൽ കയറിയിട്ടുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ്. പപ്പ മണിയാകുമ്പോഴത്തേക്കല്ലേ ഫ്ലൈറ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെന്നാൽ മതി. മറ്റവരങ്ങ് പോയി, ഗ്യാസ് പൊടിമണി അങ്ങ് പോയിട്ടുണ്ട്. നമ്മൾ കൊല്ലം അടുക്കാറായിട്ടുണ്ട്. മൺട്രോത്തുരുത്ത് നമ്മുടെ വീഡിയോ കണ്ടില്ലേ, മൺട്രോത്തുരുത്ത് കണ്ടൽക്കാടുകളൊക്കെ ആ ഭാഗം എത്തിയിട്ടുണ്ട്. എന്തായാലും വൈകിട്ട് 6 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോഴത്തേക്കൊക്കെ നമുക്ക് അങ്ങ് ചെന്നാൽ മതിയല്ലോ. ഇപ്പം മൺട്രോത്തുരുത്താണ്, മൺട്രോത്തുരുത്ത് സ്റ്റേഷനാണ്. അപ്പോൾ ഇടയ്ക്കൊരു ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, നല്ല രസമാണ്. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചാണ്. ആ ഗോവയിലുള്ള യാത്ര ഉണ്ടായിരുന്നില്ല, സൂപ്പർ അല്ലായിരുന്നു. അതുപോലെ ഒരു ട്രെയിൻ യാത്ര അടിപൊളിയാണ്.
ഇതാ മീനെ വളർത്തുന്നതാണേ. ചെമ്മീൻ കെട്ടും മീൻ വളർത്തൽ ചെയ്തിട്ടുണ്ട്. നീർക്കാക്ക മുതലെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷികളൊക്കെ പോലെയാണ്. കുറേ നേരത്തെ നമ്മൾ തിരുവനന്തപുരത്ത് എത്തുവാണെങ്കിൽ കുറച്ച് സമയം ശംഖുമുഖത്തൊക്കെ ചിലവഴിച്ചിട്ട് പോകാം എന്നാണ്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി. അയ്യോ എൻ്റെ പൊന്നോ, ലഗേജൊക്കെ ആയിട്ട് പാടാടേ. പക്ഷേ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ലിഫ്റ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പ്രിയ, ആണുങ്ങൾ രണ്ടും ആത്മാവിന് ശാന്തി വരുത്താൻ പോയേക്കുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡും കൂടെ കഴിച്ചേച്ച് ഞങ്ങൾ പതുക്കെ എന്താ നമ്മുടെ എയർപോർട്ടിലേക്ക് പോവാണ്. 6 മണിക്കാണ് ഫ്ലൈറ്റ്. പക്ഷെ എന്നാലും ഫുഡ് കഴിച്ച് പതിയെ ഒക്കെ പോകാം. നേരത്തെ വന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ട്രെയിൻ കിട്ടാൻ താമസിച്ചാലും. ഇപ്പം ആലോചിക്കുന്നു കാറിൽ അങ്ങ് പോയാൽ മതിയായിരുന്നു. 2 ദിവസത്തെ ബുദ്ധിമുട്ടാണ്. ഇന്ന് പോയാൽ നാളെ, ഇന്ന് വീട്ടിൽ നിന്ന് തിരിച്ചാൽ നാളെ എത്തത്തുള്ളായിരുന്നു. അത് മതിയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമുക്ക് 2 മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ ഫ്ലൈറ്റിൽ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ഇപ്പം ആലോചിക്കുന്നു അബദ്ധമായി പോയി, കാറിന് അങ്ങ് പോയാൽ മതിയായിരുന്നു. 3 പേരുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണനും മോനും പപ്പായും ഉണ്ട്. 3 പേരും മാറി മാറി വണ്ടി അങ്ങ് ഓടിച്ചാൽ മതിയായിരുന്നു. അത് അബദ്ധമായി പോയി. നമ്മൾ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റും എടുത്തു പോയി. 2 മണിക്കൂറേ ഉള്ളല്ലോ, ബന്ധപ്പാടില്ലല്ലോ എന്ന് ചെല്ലിയാണ്. ഭയങ്കര ചൂട്, മഴയില്ല, ഭയങ്കര വെയിൽ. അപ്പോൾ ഞങ്ങൾ വേണ്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി നമ്മളിനി ഫുഡ് കഴിക്കാനായിട്ട് പോവുക. അനന്തപുരം സെൻട്രൽ നമ്മൾ കാറിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അവർ വരുന്നത് കേട്ടോ. ഫുഡും കൂടെ കഴിച്ചേച്ച് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാൻ പോവുകയാണ്. വെയിലെന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകുന്ന വെയിൽ. എൻ്റെ ഫോണൊക്കെ അങ്ങോട്ട് ചൂടാവുകയാണ്. അതുപോലത്തെ വെയിലാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് കണ്ടാ ഫാമിലി റെസ്റ്റോറൻറ്റ്. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ പിന്നെ ചിക്കൻ കറി, ചിക്കൻ വരട്ട്, മീൻ അത് വേണ്ട. മീൻ അറിയാം. ഫോണിന് ഓർഡർ ചെയ്തത്. പപ്പടം പടവടം. സത്യം പറഞ്ഞാൽ ഞാനുണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ച് ഞാൻ മടുത്തിരിക്കുക. നമുക്കൊരു വെറൈറ്റി ആയിട്ട് ആരെങ്കിലും ഒന്നുണ്ടാക്കി ഇച്ചിരി കഴിക്കാൻ ഇത്ര ഇഷ്ടമാണല്ലേ. അപ്പോൾ വല്ലപ്പോഴുമൊക്കെ ഒന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കാം. പല തട്ടാക്കാൻ പോന്നു. കറിയാണ്. സാമ്പാർ എടുക്കട്ടെ. കൊടുക്കുന്ന അപ്പോൾ ദാ നമ്മൾ ശംഖുമുഖം ദേവീ ക്ഷേത്രമൊക്കെ കടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എയർപോർട്ടിനടുത്തെത്തി. അപ്പോൾ ഈ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിക് ഫീൽ തരുന്നൊരാണ്. കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു 25 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ എയർപോർട്ടിൽ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാനായിട്ട് വന്ന് കാത്തു കെട്ടിക്കിടന്ന് ഓർക്കുമ്പോൾ അന്നൊക്കെ അങ്ങ് മടുത്തായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മൾ 3:30 ആയപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്ലൈറ്റ്. പക്ഷേ നേരത്തെ എത്തി. കാരണം നമ്മൾ ട്രെയിനിലല്ലേ ട്രിവാൻഡ്രം വരെ വന്നത്. അപ്പം ഇനിയിപ്പോൾ 2 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ
ഫ്ലൈറ്റിൽ ഹൈദരാബാദ് വരെ 2 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. പനിയായിട്ട് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇവിടെ എല്ലാം പൊട്ടി കേട്ടോ. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. കണ്ടിട്ട് ചാർലി ചാപ്ലിനെ ഓർമ്മ വരുന്നു. മൂക്കിൻ്റെ താഴ്ഭാഗം മൊത്തം റോസാപ്പൂ ഉരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അവരൊക്കെ ചായ കുടിക്കാൻ, എനിക്കിപ്പോൾ ചായ വേണ്ട. ഇക്കായും പ്രിയയും അവരെല്ലാം തോണ്ട ചായ കുടിക്കും. എയർപോർട്ടിനകത്ത് കയറി കേട്ടാ. ഡൊമസ്റ്റിക് ചുറ്റുന്നു. പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഗേജൊക്കെ ഇങ്ങോട്ട് കൊടുക്കട്ടെ. പണികളാണ്. ഞങ്ങളിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടാ. നമ്മുടെ പ്രിയയുടെയും ഉണ്ണികൃഷ്ണന്റെ മോനാണ് നമ്മുടെ ശാലു. ഇവരുടെ വിവാഹ നിശ്ചയം ഞാൻ വീഡിയോ ഇട്ട് ഓർക്കുന്നു. ഗോവയിൽ പോയിട്ട് വന്നിട്ട് എനിക്ക് തലചുറ്റിനൊക്കെ ഉണ്ടായ വീഡിയോ ഓർമ്മയുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 2 സയാമീസുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ശാലു നമ്മള് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൽ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ വീഡിയോ ഞാൻ ഇതുവരെയും ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലാത്ത വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത്ര വിശദമായിട്ട് കാണിക്കുന്നത്. അവിടെ ഞാൻ നിൽക്കുന്ന കണ്ടോ ശാലു. നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുക്കലേക്ക് എത്തിയിട്ടുണ്ട്. പോകാൻ പോവാണേ. ആണോ നമ്മുടെ എടുത്തോളാം ഫോട്ടോ. ഞാൻ ഫോട്ടോ ഇതിന്ന് എടുത്തോളാം. നിങ്ങളുടെ ശാലിക്ക് ना करें ताकि हम समय पर प्रस्थान कर सके। धन्यवाद। रिक्वेस्टिंग गेस्ट टू प्लीज रिमेन सीटेड। രണ്ട് മണിക്കൂറേ ഉള്ളൂ ഹൈദരാബാദ്. 2 ഹൈദരാബാദ് യാത്ര എന്ന് പറയുമ്പോൾ എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യും. പോകാനുള്ള വക്കത്തെത്തുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്താൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ റാമോജി റാവു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സ്വപ്നമാണ് അതൊന്ന് കാണുക എന്നുള്ളത്. ചാർമിനാർ കാണുക എന്നുള്ളത് അതിനേക്കാളേറെ. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ഫ്ലൈറ്റ് മൂവായി തുടങ്ങി. അപ്പോൾ കൃത്യം 6 മണിക്ക് തന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണ്.
ഇതാ കാണുന്നത് നമ്മുടെ തിരുവനന്തപുരം ലുലു മാളാണ് കണ്ടോ. അതുകൊണ്ട് മഞ്ഞ കളറിൽ പെയിന്റ് അടിച്ചു കണ്ടില്ലേ. ഒരുപാട് ഉയരത്തിലേക്ക് പോകുന്തോറും നമ്മുടെ കാഴ്ചകളൊക്കെ കുഞ്ഞായിട്ടാണ് കണ്ടോ. അപ്പോൾ ഞാൻ പലപ്പോഴും മക്കളുടെ അടുക്ക പോയിട്ടുള്ളതെല്ലാം ഒന്നുകിൽ രാത്രിയിൽ അല്ലെങ്കിൽ വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് അപൂർവം ആയിട്ടേ നമ്മൾ പകലുള്ള യാത്രകൾ വന്നിട്ടുള്ളൂ. അപ്പോഴെല്ലാം ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് എൻ്റെ വീട്ടമ്മമാർക്കായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതാ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. നമ്മൾ താഴെ നിന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പം പഞ്ഞിക്കെട്ട് പോലെ കാണത്തില്ലേ, അതെല്ലാം അതിനും മുകളിലായിട്ട് പോവുകയാണ് കേട്ടോ. आपकी सुरक्षा के लिए आपसे निवेदन है कि अपनी कुर्सी पर बैठ रही और अब आप मोबाइल फोन का उपयोग कर सकते हैं। सामान का छूटते समय सावधानी बरतें। आपसे निवेदन है कि विमान से निकलने से पहले अपने सीट पॉकेट और हेड कंपार्टमेंट्स की जांच कर लें ताकि आपका कोई भी जरूरी सामान जैसे कि वॉलेट, पासपोर्ट या इलेक्ट्रॉनिक उपकरण विमान में न रह जाए। हमारे सभी अतिथियों की सुविधा के लिए हम आपसे अनुरोध करते हैं कि जाने से पहले अपने सामान को അങ്ങനെ നമ്മൾ കറക്റ്റ് 8 മണിയായപ്പം ഹൈദരാബാദ് എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ലാൻഡിങ് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചെവിക്ക് ഇതുവരെ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇപ്രാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. ഇതിലൊരു കൊച്ചു കുഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു. കടിച്ചതല്ല വനത്തിലിരുന്നു, കടിച്ചതല്ല. നടക്കണം. എറിഞ്ഞിതാ കുഞ്ഞെ, ഞാൻ ഇച്ചിരി പിടിക്കാം. ഇതാ കൊള്ളാം. അതെ, നമ്മുടെ സാധനവും അവിടെ വന്നിട്ടുണ്ട്. ഇഷ്ക. ഞങ്ങള് ലഗേജ് എടുക്കാനായിട്ട് പോവുകയാണ്. ട്യൂബിലാണ്, കൺവെയർ ട്യൂബിലാണ് നമ്മുടെ ലഗേജ് വന്നിരിക്കുന്നത്. അങ്ങോട്ട് പോവാ. രണ്ടങ്ങ ഇയാളായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ സാധനം എവിടെയാ വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് പോവാണേ. എടുത്തിട്ട് വരട്ടെ. നമ്മളെ ശാലു ലഗേജൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക. പപ്പായും വേണ്ട, ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചക്ക, മാങ്ങ, ചക്കക്കുരു സകലതും ഉണ്ട്. അതാ ഞങ്ങള് ഇവരുടെ മാമൻ, അതായത് ഈ പ്രിയയുടെ ആങ്ങളയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രിയയുടെ സഹോദരനും ഫാമിലി ഇവിടെയാണ്. അപ്പം ഞങ്ങൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എന്നിട്ട് അവരുമായിട്ടാണ് പോകുന്നത്. അവരിവിടെ സ്ഥിര താമസമാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ പുള്ളിക്കിവിടെ എന്താ പറയുക, ഇവിടെയൊക്കെ അറിയാമല്ലോ എത്ര വർഷങ്ങൾ കൊണ്ട് താമസമുള്ള ആളാകുമ്പോൾ. ഇവരൊക്കെ പിന്നെ ഇവിടുത്തെ സ്ഥിരം വരുകയും പോവുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. നല്ല എയർപോർട്ടാണ് കേട്ടോ, അടിപൊളി എയർപോർട്ടാണ്. നമ്മളെ വിദേശത്തെയൊക്കെ എയർപോർട്ടുകളെ പോലെ അല്ല. ഞാൻ നോക്കിയിട്ട് തിരുവനന്തപുരത്ത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന എയർപോർട്ടൊന്നും ഒന്നുമില്ല കേട്ടോ. അടിപൊളി എയർപോർട്ടാണ്.
ഒരു താമസവും ഇല്ലായിരുന്നു, പെട്ടെന്ന് ഞങ്ങൾക്ക് സാധനമൊക്കെ കിട്ടി. കിട്ടപ്പൻ ഒരുങ്ങുന്നു, കിട്ടപ്പൻ. മൂക്കിന് ഭയങ്കര വേദന, ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട്. പൊട്ടിയെന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ നമുക്ക് ഹോർമോണൽ ചേഞ്ച് വരുമല്ലോ, അങ്ങനെ ആയിരിക്കാം. എനിക്ക് ഈ സൈഡ് കംപ്ലീറ്റ് കുരുത്ത്, എന്നിട്ട് അതിന് ഓയിൻമെൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഫുൾ ടൈം ഇടാൻ പറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഭയങ്കരമായ വേദന. ചാർലി ചാപ്ലിനെ എനിക്ക് ഓർമ്മ വരുന്നത് ഇത് കാണുമ്പോൾ. വരാതിരിക്കാൻ പറ്റുമോ? എന്നാലും വരണമല്ലോ, അതുകൊണ്ട് വന്നതാണ്. ഒരു കോഫി കുടിക്കാനായിട്ട് എയർപോർട്ടിനകത്ത് കുറേ കോഫി ഷോപ്പുണ്ട്, ഒരു കോഫി കുടിക്കാൻ വന്നതാണ്. ഭയങ്കര വേദന മക്കളെ, സഹിക്കാൻ പറ്റുന്നില്ലേ എനിക്ക്. എല്ലാം ആസ്വദിക്കണമെന്നുണ്ട്, എന്ത് ചെയ്യാനാ, വേദന കൊണ്ട് വയ്യ മൂക്കിന്. അങ്ങനെ ഞങ്ങൾ ഇതാ എയർപോർട്ടിലെത്തി കോഫി കുടിക്കാനായിട്ട് പോവുകയാണ്. അവിടെ കുറേ പേര് അവിടെ ഒരു ബൊക്കെക്കടയാണ്, അതിനകത്ത് ബൊമ്മകളെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇല്ലേ? ആ ബൊക്കെ മുഴുവനും ബൊമ്മകളാണ്. അന്ന് അപ്പം നമ്മുടെ പ്രിയയുടെ സഹോദരൻ നമ്മളെ വിളിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ 1 മണിക്കൂർ യാത്ര ചെയ്യേണ്ടടുത്ത് 4 മണിക്കൂറായാലും എത്തത്തില്ല, അത്രമാത്രം ട്രാഫിക് ബ്ലോക്കാണ് റോഡിൽ. ഹൈദരാബാദ് സിറ്റി അല്ലേ. അപ്പോൾ അതാ പുള്ളി എത്തിയിട്ടുണ്ട്. ഒരാളിരിക്കുന്ന ഇരിപ്പ് കണ്ടോ? കൊള്ളാം, ആ കൊള്ളാം കൊള്ളാം. വണ്ടി കണ്ടോ? നമ്മുടെ KSRTC പോലെ ആയിരിക്കും ഇല്ലയോ? KSRTC പോലത്തെയാണോ? കണ്ടോ? മെട്രോ ലക്ഷറി, അടി സൂപ്പർ ആണോ? ആ വരട്ടെ വരട്ടെ. ഞങ്ങളുടെ വണ്ടി വന്നു. തിരക്കാണെന്നോ എൻ്റെ തമ്പുരാനെ, വണ്ടികളും ആളും ബഹളും. മിനിറ്റിനാണ്. തിരക്ക്. അതാ വണ്ടി. പ്രിയയുടെ ആങ്ങള വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടതാണ്, കണ്ടതാ പ്രിയയുടെ ആങ്ങള. നേരെ വീട്ടിൽ പോയിട്ട് അല്ല, അല്ലെങ്കിൽ ഞാൻ നമുക്ക് ഹൈടെക്സിറ്റി വഴി പോയിരുന്നു. വേണ്ട ഈ സമയത്ത് വേണ്ട. കണ്ട് ലൈറ്റ് കണ്ട് പോകുന്നത്. വേണ്ട, ഇപ്പൊ ലൈറ്റ് കണ്ട. അല്ല, കാണുന്നത് കണ്ടു പോവാം. അല്ല, കാണാൻ കണ്ടു. നമുക്ക് വേണമെങ്കിൽ ഒരു വെള്ളം കുടിക്കാളിയാ. ഇവിടെ ഒന്നും കിട്ടത്തില്ല. പിന്നെ നേരെ വീട്ടിലോട്ട് വിടും. പിന്നെ ഒരു പ്ലാൻ ചെയ്തായിരുന്നു, നമ്മുടെ വണ്ടിയിൽ ഇനി വന്നാ മതിയായിരുന്നു. അബദ്ധമായി പോയായിരുന്നു, മതിയായിരുന്നു. അത് ഓർത്തില്ല. ടിക്കറ്റും എടുത്തു കഴിഞ്ഞ് ഇന്ന് ഇതൊക്കെ എത്ര നാൾ പിടിച്ചു കാണും ഈ റോഡൊക്കെ കിട്ടിയാൽ? എന്നെ പിടിച്ചാൽ മതിയല്ലോ. ഇങ്ങോട്ട് വേണ്ടത് ഈ കെട്ടിടം. ഇതെന്തോ സംഭവം? ഇത് മാറ്റിക്കോ. ഒന്നും കാണാനില്ലട. ഭംഗി കണ്ട ആണോ? ഒരു മീനാണ് അത്, പകല് അടിപൊളിയായിട്ടുണ്ട്. കണ്ട, അതൊരു ഓഫീസാണോ? അടിപൊളി. അവിടെ തിരക്കി പോയാൽ നല്ലതായിരിക്കും.
ആണോ? പിസ്ത ഹൗസിൽ കയറിയിട്ടുണ്ട് കേട്ടോ അവര്. റോസ്റ്റഡ് ചിക്കൻ സ്പെഷ്യൽ പപ്പായും ജ്യോതിയുടെ ആങ്ങളെയും ശാലുവും. ആ മോന്റെ പേര് ശാലു എന്നാണ് കേട്ടോ. എന്ത് പറ്റി? താഴെ പോകാനൊന്ന് പിടിച്ചുവിടാൻ പോയിട്ട് കൊർണൂൽ, ബാംഗ്ലൂരു, താഴെ പോയി. നരസിംഹറാവു. പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒരു ഫ്രെയിമിലൊന്നും കൊള്ളത്തില്ല മക്കളെ. അടിപൊളി. വേണ്ട വേണ്ട. ആടിനെ വിൽക്കാതെ മുട്ടനാ. നല്ല ആടുകൾ കേട്ടോ. നീ നോക്കിയേ എന്ത് രസമുള്ള ആടുകള്. ഇല്ല പട്ടിക്ക് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന പോട്ടെ. അയ്യോ ഇവിടെ മൊത്തം മാർക്കറ്റ്. അതിന് വേറെ ആളിനെ നിർത്തി വെട്ടിക്കുന്നുണ്ട്. ആടിനെ കൊണ്ട് ഈ തെരുവ് ഇങ്ങനെ വിൽക്കാൻ നിർത്തിയിരിക്കുന്ന കണ്ടോ. ഈ ഒരു ഇടം കംപ്ലീറ്റ് ഇത് തന്നെയാ കണ്ടോ. എന്തോ ചെമ്മരിയാട് വരെ ഉണ്ട് കേട്ടോ. അതെന്ത് രസമുണ്ട്. അതിനെയൊക്കെ ഒരുക്കി നിർത്തിയിരിക്കുന്നുണ്ടോ ആടുകളെ. ഇടയ്ക്കൊരു ബെൽറ്റ്. അയ്യോ ഇടയ്ക്ക് ബെൽറ്റ് മൂക്ക് കയറ് പോലത്തെ ഇട്ടിട്ടുണ്ട്. മുടിയൊക്കെ ചീകി കെട്ടിയിട്ടുണ്ട് ചിലതിന്റെ. ആണല്ലേ. ആടിനെ ആ സൈഡിലെല്ലാം ഇങ്ങനെ തുണി വെച്ച് ഇങ്ങനെ. ഹൈദരാബാദ് രാത്രിയിലത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ട് ഫ്രണ്ട്സ്. ബോട്ടിലുള്ള മാത്രമേ ഉള്ളൂ. അത് പൊളിച്ച് അവിടെ പറഞ്ഞ വല്ല കട്ടൻ ചായ എന്തെങ്കിലുമൊക്കെ കുടിച്ച് അങ്ങനെ റെസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇന്നത്തെ യാത്രയുടെ പണി കഴിഞ്ഞു എന്നുള്ള ഒരു ഇത് വരും. ഇത് കിടക്കുന്നിടത്തോളം ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല. നമ്മളാ എടുക്കുന്ന വീഡിയോയുടെ ഒരു 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 ക്ലാരിറ്റി ആരെടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തൃപ്തി വരത്തില്ല. സൈഡിൽ കൂടെ എല്ലാവർക്കും അങ്ങനെ അല്ല. അവരവര് ചെയ്യുന്നത് പോലെ വേറൊരാള് ചെയ്താൽ ഒക്കത്തില്ല എന്ന് തോന്നും. അത് നിനക്ക് മാത്രമല്ല ലോകത്തുള്ള ഉള്ള സ്ഥലത്ത് അത് കാണുന്നുണ്ടോ നീ വേണ്ടേ? HCL അതില്ലേ? നമ്മുടെ സൗദിയിലെ കെട്ടിടങ്ങളൊക്കെ മിക്ക വീഡിയോയിലും കണ്ടിട്ടില്ലേ, അതുപോലെയൊക്കെ ശരിക്കും ഒരു മിനി സൗദിയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നല്ല നിറയെ കെട്ടിടം ആണല്ലേ. ശരി, പ്രേമലു മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചാണ് എന്നിട്ട് എല്ലാ IT കമ്പനികളൊക്കെയാ കേട്ടോ. ഫ്രാഗോ ഈ ഫ്ലൈ ഓവർ തുടങ്ങിയ സമയത്ത് കാറ് എന്റെ മണ്ടേ തന്നെ താഴെ പോയി. അയ്യോ, അത് താഴെ പോയി വീണ്. ഒരു കാർ ഷോറൂം ഉണ്ട് താഴെ. 2 കാറ്, ബൈക്ക്, ഒരു മരം ഒടിഞ്ഞ് അവിടെ നിന്നൊരു സ്ത്രീയുടെ മുകളിലാണ് വീണത്. അയ്യോ, അവരും മരിച്ചുപോയി. പക്ഷെ ഡ്രൈവറിനൊന്നും പറ്റില്ല. അവൻ തലോത്ത് വീണിട്ട് അവൻ അതിനകത്ത് ഇറങ്ങി വന്നു. അവന് ആയുസ് ഉണ്ട്. 120 കിലോമീറ്റർ ആയിരുന്നു വണ്ടിയുടെ വേദന. ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് റെസിഡൻഷ്യലാണ്. വലിയ ബിൽഡിംഗ് ശരിക്കും സൗദിയിലെ മോഡൽ കേട്ടോ. സൗദി ഇതുപോലൊക്കെ തന്നെ. ഈ ഒന്നിറങ്ങി വരത്തില്ലേ? അപ്പഴേ റിസർച്ച് ചെയ്യും. തെക്കന്മാർക്ക് റിസർച്ച് ചെയ്ത് കൂടെ വരുവോ? ഇന്റർവ്യൂ എടുക്കുന്ന ചോദ്യം മാത്രം. ഇവിടെ റെസിഡൻഷ്യലാണ്. ഇതല്ലേ ഭയങ്കര കോസ്റ്റ്ലി ഒരു അപ്പാർട്ട്മെന്റ്. ഞാൻ പിള്ളേരെ ഇന്റർവ്യൂ സ്കൈ വ്യൂ.
ഭയങ്കര റേഞ്ച് അവിടെ. ഇതാണ് ഐക്യ എന്ന് പറയുന്ന ഒരു സമിതിയിലൊക്കെ കാണുമല്ലോ അത്. ഐക്യ പിന്നെ കൊള്ളാം. ഐക്യ ഇന്ത്യയിലെ ആദ്യത്തെ ഷോറൂം ഇതാ. അതെ അതെ അതെ, ഹൈദരാബാദാ. ഇപ്പൊ ബാംഗ്ലൂർ ഉണ്ടെന്ന് ഐക്യ, പക്ഷെ അത് ചെറുതാ ആഹാരം കഴിച്ചത്. ആണല്ലേ. അമ്മ ഇവിടെ പറഞ്ഞ അയക്കി വന്നില്ല കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഐക്യ ഹബ്ബാണ്. ഗവൺമെന്റ് ഓഫീസാണ് അവിടെയൊക്കെ ഉള്ളത്. ആണല്ലേ. IT സിറ്റിയാണ്. ഐക്യ ഗൾഫിൽ ഐക്യ പോലെ തന്നെ കേട്ടോ. എല്ലായിടം ഇത് തന്നെയല്ലേ. എന്തെന്നല്ല ക്വാളിറ്റി സാധനങ്ങളാണെന്ന് അറിയാമോ. നമ്മുടെ ഐക്യ, നമ്മള് സൗദിയിലെ ഐക്യയുടെ എത്ര വീഡിയോ ഇട്ടിട്ടുള്ളതാ, കണ്ടിട്ടുള്ളതല്ലേ എല്ലാരും. ഹോസ്പിറ്റലുണ്ട്, പക്ഷെ എങ്ങനെ പോകും? ചാടാനോ ഭയങ്കര വഴി. ഇവിടെ വലിയ ഹോസ്പിറ്റലുണ്ട് യശോദ. അതുകൊണ്ടാണ് ആംബുലൻസ് വന്നാൽ പോലും വരാനുള്ള വഴിയില്ല, അത്രയും തിരക്കായിരുന്നു. അടുത്തടുത്ത് ഇങ്ങനെ വീട്ടിൽ വന്നു. ഇല്ല. ഞാൻ എന്നിട്ട് പാലം കഴിഞ്ഞ് ഞാൻ വാടക 1.5 ലക്ഷം രൂപയായിരുന്നു ഒരു മാസത്തേക്ക്. ഒരു മാസം. മുരുകനില്ല 1.5 ലക്ഷം രൂപയും അടിഗിരിയ താമസിച്ച സ്ഥലം. താമസിക്കുന്നതല്ല, അയാൾ അവിടെ താമസിക്കുന്നത്. കഴിവുണ്ട്. വീട് അവിടെ. ഇവിടുന്ന് രക്ഷോട്ട് പോയി. ഇത് പണ്ടത്തെ വാളാ, പൈസ കള്ളത്തരം കാണിച്ചു. ഗൾഫിലുണ്ട് നെക്സോ. ശരിയാ. ഒരുത്തൻ ഇവിടുന്ന് കടന്നു കളഞ്ഞല്ലോ. എന്തോ ഒരു മോദിയല്ലേ. ഹൈദരാബാദ് ലുലു കണ്ടില്ലെന്ന് ഇനി ആരും പറയേ. കൊച്ചുവാളാ ഞാൻ കയറി. ലുലുവിടെ സ്പേസ് ആദ്യത്തെ അപ്പാർട്ട്മെന്റ്സ്. ഓ ഇങ്ങോട്ട് നല്ല ഇതായി മഴ. അപ്പൊ നമ്മള് വേണ്ട ലോട്ടസിലേക്ക് കയറിയിട്ടുണ്ട്. ഓ കുറേ ഉണ്ട്. 20, 29, 1 മുതൽ 19 ഇങ്ങോട്ട്. 1 മണിക്കൂർ പോലും വേണ്ടാത്തിടത്ത് 2.5, 3 മണിക്കൂർ എടുത്ത് അത്രമാത്രം ബ്ലോക്കായിരുന്നു റോഡിൽ. ഞങ്ങൾ 11 മണിയോടുകൂടി വീട്ടിലെത്തിയിട്ടുണ്ട്. വേണ്ട അമ്മ താണ്ട, അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഈ സൈസിലെ വീടുകളാണ്. ലോട്ടസ് 72 വീടുകൾ ലോട്ടസിന്റെ മാത്രം. ജാസ്മിനുണ്ട്. ഛർദിച്ചോ? വയ്യ കേട്ടോ. ചൂടുവെള്ളം വയ്യാലോ. ബാ അതാണോ അമ്മ? അപ്പം നമ്മൾ 4-5 ദിവസം ഇവിടെ അടിച്ച് പൊളിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.